Hi all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. നിങ്ങൾക്ക് ഇന്നുള്ളൊരു കളക്റ്റീവ് മെസ്സേജ് അല്ലെങ്കിൽ ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ കോ ഇൻസിഡന്റ് ആയിട്ട് കരുതുന്ന ചില കാര്യങ്ങൾ, റിപ്പീറ്റേഷൻ, അതുപോലെ സിങ്ക്രണസിറ്റി, ചില റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡിവൈൻ മെസ്സേജ് ആണ്, കൺഫർമേഷൻ ആണ്, വാർണിംഗ് ആണ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം അത് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ആണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി ഒക്കെ നോക്കി നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന കൺഫർമേഷൻ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ലൈക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള കളക്റ്റീവ് മെസ്സേജ് അബൌട്ട് ദി കറന്റ് സിറ്റുവേഷൻ. ഓക്കെ, സോ ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. എന്താണ് നിങ്ങൾക്കുള്ള കളക്റ്റീവ് മെസ്സേജ്? സോ നിങ്ങൾ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കണം, റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില വാക്കുകൾ കാണുന്നുണ്ടായിരിക്കണം, ഓർ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് കാണുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾ അതേപോലത്തെ സാഹചര്യം വീണ്ടും കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ചില ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു ആൻസറിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പുറമെ മറ്റുള്ള ആളുകളുടെ ലൈഫിൽ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. അതും നിങ്ങൾക്കുള്ള ഒരു ഗ്രേറ്റ് സൈൻ ആണ്. ഓക്കെ, നിങ്ങളൊരു ആൻസറിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് സൈൻ ഫോർ യു. സോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ കോയിൻസിഡന്റ് ആയിട്ട് എടുക്കാതിരിക്കാം. അത് നമ്പേഴ്സ് എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ കാണുന്ന കാഴ്ചകളാണെന്നുണ്ടെങ്കിലും. ഓക്കെ, നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്ന ചില ആളുകൾക്ക് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നത് നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം. സോ അതും നിങ്ങൾക്കുള്ള ഒരു ഗ്രേറ്റ് കൺഫർമേഷൻ ആണ്. വാട്ട്സ് എ മെസ്സേജ് ഫോർ യു? What you need to hear right now. All right, so let's see എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഓക്കെ, സോ നിങ്ങൾ എന്തോ ഒരു കാര്യം, നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ലീഡ് ചെയ്യുന്ന ചില കാര്യത്തിലേക്ക് നിങ്ങൾക്ക് അറിയാൻ വരണം എന്നുള്ളത്, പക്ഷെ അത് എന്തോ റീസൺസ് കൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു വിജയം പേടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അത് ഡൗട്ട് ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കണം എന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ അതിൽ നിങ്ങൾ പേടിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങൾ ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്നത്, അത് നിങ്ങൾക്കൊരു ഹ്യൂജ് സക്സസ് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് തിരിച്ചുവരവാണ്. നിങ്ങളുടെ തന്നെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുന്ന വലിയ വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഡൗട്ടോട് കൂടി കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. എന്താണോ നിങ്ങൾ മാറ്റിവെക്കുന്നത്, എന്താണോ നിങ്ങൾ പേടിക്കുന്നത്. ഓൾറൈറ്റ്, നിങ്ങൾ എന്തൊരു കാര്യം ഒരുപാട് ട്രിഗർ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങളിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു നല്ലൊരു മാറ്റത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളൊരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാനായിരിക്കാം, നിങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ആളുകൾ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഓർ ചില സത്യം ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ടിട്ടായിരിക്കാം നിങ്ങൾക്ക് വലിയൊരു സ്ട്രഗിൾ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, കാരണം നിങ്ങൾ നിങ്ങളെ വേർതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ഡിവൈൻ മെസ്സേജ് ആയിട്ട് കിട്ടുന്നുണ്ട്, ഒരു കോ ഇൻസിഡന്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊരു ബോധം വരാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും 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 എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ റിലേറ്റ് ചെയ്യുക. കാരണം അത് നിങ്ങൾ കംപ്ലീറ്റ്ലി തിരുത്തി എഴുതുന്ന ചില സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ അത്ര കാലത്ത് ഒരു വേർഷൻ കംപ്ലീറ്റ്ലി എൻഡ് ആക്കിയിട്ട് ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് കണക്ട് ചെയ്യാനാണ് ആ ഒരു സാഹചര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ, വീണ്ടും വീണ്ടും ഒരേ കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സങ്കടപ്പെട്ട് നിൽക്കുകയല്ല വേണ്ടത്. അതിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു വലിയൊരു ആക്ഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മേജർ ചേഞ്ച് വരുത്തുന്ന ചില ആക്ഷൻ ആണ്. എസ്പെഷ്യലി നിങ്ങളുടെ പാഷൻ,
നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഒരുപാട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കണം. പക്ഷെ ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഒരുപാട് മാറ്റങ്ങളിൽ നിങ്ങൾ തന്നെ വരുത്തേണ്ടതായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ പുതിയ സ്കില്ല് പഠിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കോ, ഇതിലേക്ക് ഇറങ്ങി വരാൻ നിങ്ങൾക്ക് സാധിക്കോ എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല. ഓരോ ദിവസവും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പാഷൻ, നിങ്ങൾക്കൊരു പുതിയ സ്കില്ല് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പതുക്കെ പതുക്കെ അതിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തു വരിക. എസ്പെഷ്യലി പുതിയ സ്കിൽ, എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്, ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ലേസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര കാലം യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ എന്തൊരു പുതിയ ഹാബിറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ചില കാര്യത്തിന്റെ ഒരു അതോറിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ട കാര്യത്തിന്റെ ഒരു അതോറിറ്റി, ഓണർഷിപ്പ് നിങ്ങൾ ഏറ്റെടുക്കുക, റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്കുള്ളിലാണ് ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത്, പാർട്ട്ണർഷിപ്പ്, റിലേഷൻഷിപ്പ്, റൊമാൻറ്റിക് ലൈഫ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മേജർ ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അഗൈൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കോഇൻസിഡൻസ്, എസ്പെഷ്യലി നിങ്ങളൊരു ബെസ്റ്റ് റിലേഷൻഷിപ്പ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ ഗ്രേറ്റ് പാർട്ട്ണർഷിപ്പ്, റൊമാൻറ്റിക് ലൈഫ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിലൂടെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വലിയ വലിയ സൈന് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കോഇൻസിഡന്റ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരിക്കലും ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ചില പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആയിരിക്കാം, റൊമാൻറ്റിക് പാർട്ട്ണർ ആയിരിക്കാം, അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇനീഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളെ പറ്റിയിട്ടും ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനും ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ, നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാം. എന്തോ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക, കാരണം അത് നിങ്ങൾ വലിയ രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി, എസ്പെഷ്യലി നിങ്ങളൊരു നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സൈൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് അഗെയിൻ ഇറ്റ്സ് കൺഫേമിംഗ്, ലൈക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ് ഹാർമണി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളായിട്ട് വളരെ നന്നായിട്ട് റീകണക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ, നിങ്ങൾക്ക് നിങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചില ആളുകളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു വലിയൊരു ഭാഗമാണ്, ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു വലിയ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് വരുന്നതിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സിൻക്രണസിറ്റി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ചില റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കാം. റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒരുപാട് കാണുന്ന പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കാം. സോ ഇതിലൊക്കെ നിങ്ങൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു സമയം റിലേഷൻഷിപ്പ് കൊണ്ട് എന്തെങ്കിലും വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയോ ഒരു നല്ല മാറ്റത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത്ര കാലമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ബെറ്റർ വേർഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ ഏതൊക്കെയോ രീതിയിലൊരു ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ബാലൻസ്ഡ് ആയിട്ട് വരാൻ പോവാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, സെൽഫ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഒരുപാട് സെൽഫ് ആയിട്ടും ഒരുപാട് തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ഈ ഒരു സമയത്തായിരിക്കാം കൂടുതൽ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ഡിവൈൻ മെസ്സേജ്, ലൈക്ക് ഏഞ്ചൽ നമ്പേഴ്സ് പോലത്തെ കാര്യങ്ങളായിരിക്കാം, റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന പേരോ പിക്ചറോ ആയിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ കാണുന്ന ഇമേജ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന വിഷ്വൽസ് ആണ്. അത് ഈവൻ ടി വിയിലാണെന്നുണ്ടെങ്കിലും, എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, യാത്ര ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ മൊബൈൽ ഫോണിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചില വിഷ്വൽസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് മേ ബി നിങ്ങൾക്ക് ഒരുപാട് ജലസ് തോന്നിപ്പിക്കുന്ന ചില വിഷ്വൽസ് ആയിരിക്കാം. അത് ജലസ് തോന്നാൻ കാരണം അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല.
ഓൾറൈറ്റ്, അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ പല കാര്യങ്ങളായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ജലസ് ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ഇൻസെക്യൂർ ചെയ്യിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ക്രേവ് തരുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ പാഷൻ, റിലേഷൻഷിപ്പ്, റൊമാൻറ്റിക് ലൈഫ്. What you need to hear right now. Okay, and it's again a confirmation. നിങ്ങൾ ചില പവർ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിവൈൻ ആയിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഓർ ലൈറ്റ്, ഈവൻ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് അവെയർ ആയിട്ടിരിക്കേണ്ടത് സൺലൈറ്റ്, മൂൺലൈറ്റ്. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫെയിം, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺസിഡറേഷൻ, ഓൾ ഓഫ് സഡൻ നിങ്ങളെ പോലും അറിയാത്ത ചില ആളുകൾ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ തരുന്നതായിരിക്കാം, നിങ്ങളെ ചില പ്ലേസിലേക്ക് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് ആ ഒരു ലൈം ലൈറ്റ് എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്നതായിരിക്കാം, അതിന്റെ ഒരു ഭാഗം നിങ്ങൾ ആവുന്നതായിരിക്കാം, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗ്രേറ്റ് സൈൻ ആണ്. ഇതൊക്കെ നിങ്ങളെ അവേക്കൻ ചെയ്യാണ്. ഓൾ ഓഫ് സഡൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഒരു പരിഗണനയും അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാത്ത ഒരു സമയത്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ഒരു കോൺഫിഡൻസ് തോന്നാത്തൊരു സമയത്ത് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് പറയാണ്, നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ട് അവർ ട്രീറ്റ് ചെയ്യാണ്, നിങ്ങളുടെ ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ അവർ കൺസിഡർ ചെയ്യാണ്, നിങ്ങൾ അങ്ങനത്തെ ഒരു ഫെയിം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സഡൻ ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഗ്രേറ്റ് സൈൻ ആണ്. നിങ്ങളത് പല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്കൊരു വലിയൊരു തിരിച്ചറിവ് തന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ പറ്റി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി, നിങ്ങളുടെ ഒരു പാഷനെ പറ്റി, അതായത് നിങ്ങളുടെ കർമ്മയായിരിക്കാം, ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളതായിരിക്കാം, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ ഒരു സ്കില്ലാണ്. കാരണം ചില ആളുകൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുപാട് സൈൻ തരുന്നത് നിങ്ങൾ എന്തൊരു പുതിയ സ്കില്ല് ഷാർപ്പെയിൻ ചെയ്യാനാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ അത് നിങ്ങൾ പൊടി തട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് തന്നെ ഉള്ള ഒരു ഗ്രേറ്റ് അവയർനെസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സൈൻ കോ ഇൻസിഡൻസ് ആയിട്ടും സിൻക്രണസിറ്റി ആയിട്ടും റിപ്പീറ്റേഷൻ ആയിട്ടും റിപ്പീറ്റഡ് എക്സ്പീരിയൻസ് ആയിട്ടും നിങ്ങൾക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ചില കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട്, എന്റെ ലൈഫിൽ എന്താണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്നത് എന്ന് ക്വസ്റ്റ്യൻ ചെയ്യാതെ എന്താണ് അത് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ ലെറ്റ്സ് സി എന്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഒരു അതോറിറ്റി ഉണ്ടാവുന്നത് ദാൻ നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പും. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഫിയർ നിങ്ങളിൽ ഒരുപാട് അതോറിറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ പേടിയാണ്. അതെന്തെങ്കിലും ലൈഫ് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, പേടി, ആങ്സൈറ്റി, ലേസിനെസ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു ഹാബിറ്റിൽ നിങ്ങളുടെ ഒരു ശീലം നിങ്ങൾക്ക് മേലെ ഒരു അതോറിറ്റി ഉണ്ടാക്കി എടുത്തു വെച്ചിരിക്കുകയാണ്. അതായത് അതാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, അതാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ പേടിയാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്, പേടിയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെ എത്താൻ സാധിക്കില്ല, നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് പോകും. സോ നിങ്ങൾക്ക് ഒരുപാട് അങ്ങനെ ഏതെങ്കിലും ലൈഫ് സിറ്റുവേഷൻസ് കാരണം നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾക്ക് ഒരുപാട് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ സാധിക്കണം, അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ പേടിയാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ഡോണ്ട് അലോ ദാറ്റ്. സോ ലെറ്റ്സ് സീ എന്താണ് ഹാർമണിയിലേക്ക് നിങ്ങളെ കൂടുതൽ കണക്ട് ചെയ്യുന്നത്, ഐക്യത്തിലേക്ക് നിങ്ങളെ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. അമേസിങ്. സോ നിങ്ങൾ കൂടുതൽ ഹാർമണി കണ്ടെത്തുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾ അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഡിവൈൻ ആയിട്ട് നിങ്ങൾ കൂടുതൽ ആ ഒരു ഐക്യത്തിലേക്ക് വരുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട് ആൻഡ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് സംഭവിക്കുന്നത് എസ്പെഷ്യലി നിങ്ങളുടെ റൊമാൻസ് ലൈഫിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലും പാർട്ട്ണർഷിപ്പ്, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫാമിലി, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ഈ പല കാര്യത്തിൽ നിങ്ങൾക്കൊരു ഗ്രേറ്റ് ചേഞ്ചസ്, അവേക്കനിങ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് വേണ്ട സൈൻസ്, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല രൂപത്തിൽ നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങൾ അതിലേക്ക് കൂടുതൽ അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. അത് റിസീവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ പ്രാപ്തരാവുന്നുണ്ട്, നിങ്ങൾ ഹൈലി കണക്റ്റഡ് ആവുന്നുണ്ട്. ഗ്രേറ്റ്. സോ അത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഗ്രേറ്റ്.
സോ നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്തൊക്കെയാണോ നിങ്ങൾ ഇതുപോലെ ഫിയർ പോലെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അത് ചില ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾ അത് കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഗ്രേറ്റ് സക്സസ് ആണ്. ഇംപോസിബിൾ എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അത് ബ്ലോക്ക് ചെയ്യാണ്. ചില ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അത് ബ്ലോക്ക് ചെയ്യാണ്. കാരണം ചില ശീലങ്ങൾ, നിങ്ങളുടെ പേടികൾ നിങ്ങളെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കാത്തത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ലൈഫിലേ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം അത്. അതുകൊണ്ടായിരിക്കാം അതിലേക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ വിശ്വാസങ്ങൾ, ഇത്ര കാലമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്ര കാലം നിങ്ങൾ എങ്ങനെ പോയിട്ടുണ്ടോ അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. സോ ഒരിക്കലും നിങ്ങളൊരു പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ എല്ലാം ജഡ്ജ് ചെയ്യാതിരിക്കുക. ഓരോന്നും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ഇനി അതിലേക്ക് വരാൻ എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഇനി അങ്ങനെ എനിക്ക് വേണ്ട, എനിക്ക് അതിൽ വിശ്വാസമില്ല, എസ്പെഷ്യലി നിങ്ങൾ പറയാണ് നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് എന്ന് കൺഫേം ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ദാറ്റ് ഈസ് എ ടോക്സിക് അഫർമേഷൻ. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അത് ടോക്സിക് ആയിട്ടുള്ള അഫർമേഷൻ ആണ്. ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നില്ല, എനിക്ക് പേടിയാണ്, എനിക്ക് ട്രസ്റ്റ് ഇല്ല, എനിക്ക് വിശ്വാസമില്ല, എനിക്ക് ഒരാളും വിശ്വാസമില്ല എന്ന് പറയുന്നത് ഒരു ടോക്സിക് അഫർമേഷൻ ആണ്. എനിക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല, എന്റെ ലൈഫ് ഇങ്ങനെയാണ്, ഇതെല്ലാം ടോക്സിക് അഫർമേഷൻ ആണ്. ആൻഡ് അത് ചെയ്യാതിരിക്കുക നിങ്ങൾ. കാരണം ലൈഫ് ഒരുപാട് കാര്യത്തിൽ നിങ്ങൾ കൺഫേം ചെയ്യുന്നുണ്ട് ഇറങ്ങി വരാൻ. ഓക്കെ, ഒരു ഗ്രേറ്റ് സക്സസിലേക്ക് മാറ്റാൻ സാധിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, പാർട്ട്ണർഷിപ്പിൽ വരുന്ന സമയത്ത്, നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വരുന്ന സമയത്ത് അത് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. എന്താണോ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത്, നിങ്ങൾ അതിന് കംപ്ലീറ്റ്ലി ഇറങ്ങി വരാം. ഓക്കെ, നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങളായിട്ട് അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരേ സമയം നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആൻഡ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു കാര്യത്തിലേക്ക് അലൈൻഡ് ആയിട്ട് വരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ പല കാര്യങ്ങളും, നിങ്ങളുടെ ഹാബിറ്റോ പേടികളോ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡിവൈൻ പിറകെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഡിവൈൻ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട സൈൻ തരുന്നുണ്ട്, കൺഫർമേഷൻ തരുന്നുണ്ട്. ട്രസ്റ്റഡ്. ഓൾറൈറ്റ്, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക. നിങ്ങൾക്ക് അത് കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.